സോ ഞാൻ DJ ശേഖറിനെ പറ്റി കുറെ കൂടി പഠിച്ചപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ഒരു 9th ക്ലാസ് മുതൽ ഈ ഒരു മ്യൂസിക് എന്നുള്ളൊരു ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് യു ഹാവ് ബീൻ ലേണിംഗ് അബൌട്ട് ഇറ്റ്. പിന്നെ പ്രോബബ്ലി ഇൻ ദ 90s വെൻ ഈ DJ കാര്യങ്ങളൊന്നും ഒരു മെയിൻ സ്ട്രീം ആവാത്ത സംഭവം ആ ഒരു ടൈമിൽ തന്നെ യു ഹാവ് ബീൻ ഇൻ ദ ഫീൽഡ് ലേണിംഗ് അബൌട്ട് ദിസ് ആൻഡ് ഓൾ. അപ്പം അത്ര കാലം മുതൽ വെൻ ഇറ്റ് വാസ് നോട്ട് ഈവൻ ട്രെൻഡിങ് ബ്രോ ഈ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവണമെങ്കിൽ യു ഹാവ് ബീൻ റിയലി പാഷനറ്റ് about it. പിന്നെ എങ്ങനെയാണ് ഈ ഒരു സിനിമ ഫീൽഡിലോട്ട് എത്തിയത്? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഒരു ആക്ടിങ് ഫീൽഡിലോട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൂവി ഡാത്തടിയ ആണോ അതോ അതിന്റെ മുന്നേ വേറെ ഒരു മെയിൻ സ്ട്രീം ആയിട്ട് ഡാത്തടിയ എന്നുള്ള മൂവിയിലാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫിലിം ആക്ടിങ് ഒരു ഫീൽഡിലോട്ട് എത്തിപ്പെട്ടത്, ബീങ് എ മ്യൂസിക് പേഴ്സൺ? അത് ആശുകേട്ടനാണ്. So he had come for my party in Ramada. Back in the days, I think it was 2000. Salt and Pepper and film arrange something. Okay. Appa aa samayathe he said, he asked me if I can remix one track, Aanakalan. So then I chatted with him. Said okay. There was another friend of mine, Nash. So ഞാനും നാഷും കൂടി അതൊക്കെ റീമിക്സ് ചെയ്തു. ഞാൻ നാഷ് ശ്രീശങ്കർ എന്ന് പറഞ്ഞു, who's in Kerala. So ഞങ്ങൾ കൂടി അത് റീമിക്സ് ചെയ്തു. ഇറ്റ് വർക്ക്ഡ്. വി ഹാഡ് എ കണക്ഷൻ. ദെൻ ഹി സെഡ് ഡ്യൂറിങ് 22 FK shoot is when Ashgarden approached me with the script and said there's a script like this. ഇത് തടിയുള്ളൊരു ക്യാരക്ടറിനെ പറഞ്ഞാൽ ഒബീസിറ്റിയാണ് ഇന്നത്തെ കാലത്ത്, ഇതൊരു ടോപ്പിക്കാണ്, താല്പര്യമുണ്ടോ എടുത്ത് വായിക്കാൻ? ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് താല്പര്യമില്ല, എനിക്ക് സിനിമയിൽ എന്താ പഠിക്കാൻ പറ്റില്ല. എന്നിട്ട് നീ ആലോചിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വീട്ടിലേക്ക് പോയി. ആ വീട്ടിലെല്ലായിടത്തും പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് നല്ലതല്ല, ഇങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കളയരുത്, ഇന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ തടിയുടെയാണ്, പിന്നെ കളിയാക്കുന്ന പോലെ ആയിരിക്കില്ല. എനിക്ക് അതായിരുന്നു പ്രശ്നം. തടിയെ കളിയാക്കുന്ന പോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നെ അങ്ങനെ ആയിരുന്നില്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എല്ലാരും സ്വീകരിച്ചു. അതെ അതെ. അങ്ങനെ അത് ഞാൻ തിരിച്ചു പോയി പറഞ്ഞു, സംസാരിച്ചു, ചെയ്തു. ഓ നൈസ്. സോ ഒരു ഈ ഒരു മേ ബി ആഷിഖ് സർ അന്ന് ആ ഒരു ഷോ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ മേ ബി നത്തിങ് വുഡ് ഹാവ് ഹാപ്പൻഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ പെട്ടെന്ന് ഈ സ്റ്റോറി ഇട്ടപ്പോ അതാ ആലോചിച്ചത്. മേ ബി അന്ന് റമഡയിൽ എന്തെങ്കിലും ഒരു തിരക്ക് കാരണം ആ ഒരു ഷോക്ക് വരണ്ടെന്ന് തീരുമാനിച്ചു. ട്രജക്ടറി മൊത്തം മാറിയിരുന്നു. ഞാനിപ്പോ ഇവിടെ. പെർഫെക്റ്റ്. യെസ്.